ഇവർ പോലീസുകാരാണോ ഗുണ്ടകളാണോ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരാളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എതിരെ ഇവിടെ കോടതിയുണ്ട്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാം, പോലീസുകാർക്ക് അയാളെ പിടിക്കാം, നേരെ കോടതിയിൽ ഹാജരാക്കാം, റിമാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് വീണ്ടും കസ്റ്റഡി അപേക്ഷ കൊടുക്കാം. ഇതൊക്കെയല്ലേ നടക്കേണ്ടത്? മാതൃകാപരമായ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പോലീസുകാർ ജനകീയമായി മാറി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അവസരം കിട്ടിയാൽ ഇവന്മാർ പിന്നെ എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ എല്ലൊടിക്കുന്ന തരത്തിലേക്ക് ഇടിച്ച് പഞ്ചറാക്കും എന്നുള്ളതാണ്. കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ ഒരു മനുഷ്യൻ. കൊലക്കുറ്റം ചെയ്തവനെ പോലും എന്ത് സുരക്ഷിതത്വത്തോടെയാണ് പോലീസുകാർ കൊണ്ടുപോകണേ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ കേരളത്തിലെ പോലീസുകാർ കാണിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പോലീസ് മർദ്ദനത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ രക്ഷിക്കാൻ 2 വർഷമായി തീവ്ര പോരാട്ടം നടത്തിയതെന്നും അവ പുറത്തു വന്നതോടെ പൊതുജനങ്ങൾക്കും മറ്റുള്ളവർക്കും കാര്യങ്ങൾ കൃത്യമായെന്നുമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്ത് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ മാധ്യമങ്ങളിൽ ഇങ്ങനെ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഓരോ തവണ വിവരാവകാശം വയ്ക്കുമ്പോഴും ദൃശ്യങ്ങൾ തരാൻ നിർവാഹമില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട മർദ്ദനം സംബന്ധിച്ച ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിൻ്റേത്. സ്റ്റേഷനിലെത്തിച്ച് തന്നെ പോലീസ് ലാത്തികൊണ്ട് കാലിന് 15 മിനിറ്റോളം അടിച്ചെന്നും കുടിക്കാൻ വെള്ളം ചോദിച്ചിട്ട് തന്നില്ല എന്നും വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിന് പിന്നാലെയായിരുന്നു. അതായത് വഴിയരികിൽ സുഹൃത്തുക്കൾ നിന്നു ഇവരെ പോലീസ് ഭീഷണിപ്പെടുത്തി. എന്തിനാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് സുജിത്ത് ചോദിച്ചു. അതിൻ്റെ ദേഷ്യമാണ് ഈ ക്രൂരതയിലൂടെ പോലീസ് കാട്ടിയത് എന്നുള്ളതാണ്. സത്യത്തിൽ ഇങ്ങനെയുള്ള പോലീസുകാരെ വച്ചുകൊണ്ടിരിക്കരുത്. അത് ആഭ്യന്തരമന്ത്രി കൂടിയായ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹാവ് കേൾക്കാൻ കൂടി പറയുകയാണ്. സാർ, ഇങ്ങനെയുള്ളവരെ ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഇവരൊക്കെ ഒരാളുടെ ജീവൻ എടുക്കാൻ പോലും മടിയില്ലാത്ത ക്രൂരത കാണിക്കുന്നവരാണ്. എന്നിട്ട് ഒന്നും ചെയ്യാത്ത നല്ല പിള്ളേകളെ പോലെ ചമഞ്ഞ് നിൽക്കുന്ന കുറേ പോലീസുകാരുണ്ട്. ഇവനെ ഒന്നും വെറുതെ വിടാനേ പാടില്ല എന്നുള്ളതാണ്. നീ ആരാണ് ഇടപെടാനെന്ന് ചോദിച്ച പോലീസ് തൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് ജീപ്പിൽ കയറ്റിയെന്നും സ്റ്റേഷനിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് സുജിത്ത് പറയുന്നത്. ഞാൻ ഇന്നലെ ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിരുന്നു. ഒരു പോലീസുകാരൻ ഇദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഇടിക്കുന്നതും കഴുത്തിൽ കിടക്കുന്ന മാലയും കൈ കിടക്കുന്ന വളയൊക്കെ ഊരി സ്റ്റേഷനിൽ വയ്ക്കുന്നതും. ഇപ്പോൾ നമ്മൾ എന്താണ് കുറ്റമെന്ന് പോലും അറിയാതെ നമ്മൾ അടി വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഈ പോലീസുകാരുടെ കൈത്തരിപ്പ് തീർക്കുന്നത്. അവരെ നമ്മൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പിടിക്കില്ല. അവർ പിന്നെ നമ്മളെ എന്താ പിന്നെ നീ ആരാ, നിന്നെ അങ്ങനെ ചെയ്തുകൾ ഇങ്ങനെ ചെയ്തുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഭയങ്കരമായ ആക്രോശമാണ് അവർ നടത്തുന്നത് എന്നുള്ളത്. ഇത് പലപ്പോഴും ഞാൻ പല ന്യൂസുകളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇത്തരത്തിൽ പോലീസിൻ്റെ അതിക്രമം കാണുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല. എനിക്ക് ഇതുപോലൊരു അനുഭവം ഒരു വനിതയായിട്ട് പോലും, ഇപ്പോൾ വനിതകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്ന് ചോദിച്ചാൽ, നമ്മളൊരു തെറ്റും ചെയ്ത് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഒരു വാർത്ത ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. എന്താ വാർത്തയെന്നൊന്നും പറയുന്നില്ല, കാരണം വാർത്ത സംബന്ധിച്ച നമ്മൾ തമ്മിലിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ പേര് ഞാൻ ഇതിലേക്ക് വലിച്ചിടാൻ ആഗ്രഹിക്കില്ല. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോയി എനിക്ക് തോന്നുന്നു കൊച്ചിയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ജയകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് കയറി ചെല്ലുന്നു, ഇരിക്കാൻ പറയുന്നു. അപ്പോൾ ഈ പരാതിക്കാരും ഉണ്ട്. പരാതിക്കാരി കുറച്ച് ഫേമസ് ആയ ആളുകളായതുകൊണ്ട് പരാതിക്കാരോട് കുറച്ചുകൂടി മയത്തിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹവുമായി സൗഹൃദമുള്ള ആളുകളാണെന്നാണ് എനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ ബാക്കി 2 പേരുണ്ട്, 2 ജേർണലിസ്റ്റ്. ഞങ്ങൾ 3 പേർക്കെതിരെയാണ് ഇവർ പരാതി കൊടുത്തത്. അപ്പം ഞങ്ങൾ 3 പേരെ വിളിച്ചു. അപ്പോൾ ഈ പോയ സമയത്ത് കൂടെ ഉള്ളവർ ഭയങ്കര എന്താ വീമ്പൊക്കെ ഇളക്കി, അങ്ങനെ പറയാം ഇങ്ങനെ പറയാം, എനിക്ക് പേടിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പോയി. ഞാൻ പൊതുവേ പറഞ്ഞു എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ കുറച്ച് ഭയമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ ഈ 2 പേരും പോലീസിന് വിധേയത്വം പെട്ടു. അതായത്, സാറേ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലേ, സാറേ ഞങ്ങളെ വെറുതെ വിടണേ എന്നൊക്കെ ഉള്ളൊരു നിലപാട്. ഞാനാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കൈ 2 ഇങ്ങനെ കെട്ടി പിന്നെ എന്താ പറയുക, കസേരയിൽ ഇരിക്കുകയായിരുന്നു. വന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ക്യാബിനിലാണ് ഞങ്ങൾ ഇരുന്നു. ഈ പോലീസുകാരൻ എന്നോട് ചോദിക്കുകയാണ്, നീ കയ്യും കെട്ടി ഇരിക്കാറൊക്കെ ആയോ? നിന്നെ പിടിച്ചാൽ മൂലയ്ക്ക് നിർത്തട്ടെ, പിന്നെ നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കട്ടെ. അപ്പോൾ കൂടെ ഉള്ളവർ എന്നോട് പറയുക,
കൈയൊക്കെ താത്തിട്ട് ഇതായിട്ടിരിക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ നമ്മളെ പിടിച്ച് അകത്തിടുവോ എന്ന് പറഞ്ഞിട്ട് ഇവരവിടെ ഇരുന്ന് ഇങ്ങനെ എന്നെ പേടിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്നാൽ വേണ്ട, കാരണം നമ്മളായിട്ടൊരു പ്രശ്നമുണ്ടെങ്കിൽ പോലീസുകാർ എന്തൊക്കെയാണ് എഴുതി ചേർക്കുന്നതെന്നും കള്ളക്കേസ് ഉണ്ടാക്കാൻ ലോകത്ത് ഏറ്റവും വലിയ PhD എടുത്തിരിക്കുന്നവരാണ് ഈ പോലീസുകാർ. ഒരാളെ ദ്രോഹിക്കണമെന്ന് തീരുമാനിച്ച യവന്മാർ ഏത് അറ്റം വരെയും പോവും. അതിന് എന്ത് ലോ വേണമെങ്കിലും യവന്മാർ എഴുതി ഉണ്ടാക്കും. അതുകൊണ്ട് സത്യത്തിൽ അതുകൊണ്ടാണ് പലരും പോലീസിനോട് ചെയ്യുന്നത് തെറ്റാണ്, ഇവന്മാർ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് മനസ്സിലാക്കിയാലും ഇവന്മാർക്കെതിരെ ഒന്നിനും പോവാത്ത എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അതിൻ്റെ പുറകെ നടക്കാൻ നമുക്ക് അത്രയും സമയം ഉണ്ടാവണം. എന്തെങ്കിലുമൊക്കെ എഴുതി ചേർക്കുക. ഇവന്മാർക്ക് പോലും കോടതികളെ ഒരു പേടിയുമില്ല ഭയവും ഇല്ല എന്നുള്ളതാണ്. എന്നിട്ട് കോടതിക്ക് തെളിവുകളാണ് ആവശ്യം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കള്ളക്കേസ് ഉണ്ടാക്കി എവിടെന്നെങ്കിലുമൊക്കെ തൊണ്ടിമുതൽ ഉണ്ടാക്കി ഇവന്മാർ തന്നെ അതങ്ങ് ഇതാക്കിക്കോളും. അതുകൊണ്ട് ഈ പോലീസുകാരുടെ ചില നേരത്തെ, എല്ലാ പോലീസുകാരും അല്ല കേട്ടോ, നല്ലവരായ പോലീസുകാർ പലപ്പോഴും നമ്മൾ വാർത്തയ്ക്കിടയിൽ പരിചയപ്പെട്ടിട്ടുണ്ട്, സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ലവരായ പോലീസുകാരുണ്ട്. അത് മറ്റൊരു വിഭാഗമാണ്. അത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. കൂടുതലും ഇത്തരത്തിൽ ക്രൂരതകൾ കാണിക്കുന്ന, ഇത്തരത്തിൽ കൈത്തരിപ്പ് തീർക്കുന്ന, എന്തും വിളിച്ചു പറയാൻ ഒരു മടിയില്ലാതെ ഞങ്ങൾ പോലീസുകാരാണ്, ഞങ്ങളാണ് ലോകം ഭരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെ എന്തും ചെയ്യാം എന്നൊക്കെയുള്ള ഒരു വൃത്തികെട്ട മനോഭാവം വച്ച് പുലർത്തുന്ന കുറേ എണ്ണം ഉണ്ട്. ഇവിടെ സുജിത്തിനും ഇത്തരത്തിലൊരു സംഭവമാണ് പറയുന്നത്. സുജിത്ത് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് SIയും ഡ്രൈവറും ചേർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. എത്തുന്നതിന് മുൻപ് തന്നെ ശശിധരൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തലയ്ക്കടിച്ചു. അതിനുശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിച്ചു. 1-ാം നിലയിൽ നടന്ന മർദ്ദനത്തേക്കാൾ കൂടുതൽ മർദ്ദിച്ചത് മുകളിലത്തെ നിലയിലായിരുന്നു. പിന്നെ ആദ്യത്തെ അടിയിൽ തന്നെ കർണപടം പൊട്ടുകയും തല കറങ്ങുകയും ചെയ്തിരുന്നു. ഞാൻ അത് പറയുന്നുണ്ടായിരുന്നു. താൻ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാവാതെയാണ് അവർ മർദ്ദിച്ചത്. മർദ്ദനത്തിന് പിന്നാലെ ഇടത് ചെവിക്ക് കേൾവി പ്രശ്നം നേരിട്ടു. SIയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസുകാർ മർദ്ദിച്ചത്. താൻ പാർട്ടി പ്രവർത്തകനായതിനാകാം മർദ്ദിച്ചത്. കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും കേൾക്കാൻ തയ്യാറായില്ല. CCTVയിൽ കാണുന്നതിന് പുറമെ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. ചുമരിനോട് ചേർത്ത് ഇരുത്തി കാൽ നീട്ടിവെപ്പിച്ച് കാലിനടിയിൽ ലാത്തി കൊണ്ട് തല്ലിയതിന് ശേഷം നിവർന്ന് നിന്ന് ചാടാൻ പറഞ്ഞു. ഇങ്ങനെ 15 തവണയെങ്കിലും ചെയ്യിപ്പിച്ചു. വെള്ളം കുടിക്കാൻ തന്നില്ല. മജിസ്ട്രേറ്റിന് മുന്നിലാണ് പോലീസ് മർദ്ദനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. ശരീരം മോശ അവസ്ഥയിലാണെന്നും പറഞ്ഞു. CCTV പരിശോധിക്കണമെന്ന് താനാണ് പറഞ്ഞത്. കേസ് ഒത്തുതീർക്കാൻ സംസാരം ഉണ്ടായെങ്കിലും അതിന് വഴങ്ങിയില്ല. സസ്പെൻഷൻ മാത്രം പോരാ, പോലീസിൽ തുടരാൻ അവർ അർഹരല്ലെന്നും കരുതി കൂട്ടിയാണ് തന്നെ മർദ്ദിച്ചതെന്ന് പറയുന്നു. 2023 ഏപ്രിൽ 5-ാം തീയതി ചൊവ്വന്നൂരിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് പോലീസ് പറയുന്ന മദ്യപിച്ച പ്രശ്നം ഉണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തെന്ന വ്യാജ FIR ഉണ്ടാക്കി ആണ് സുജിത്തിനെ ജയിലിൽ അടച്ചത് എന്നാണ് പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവരെന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. കാരണം ചെറുപ്പക്കാരാണ്, അവർക്ക് ചിലപ്പോൾ പുറത്തു പോകാണ്ട് ഇന്ത്യയെ വിട്ട് പുറത്ത് വിദേശത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കേസ് ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല. ഇവർ വാശിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി ചേർത്ത് വെച്ചാൽ അവിടെ തീർന്നു ഒരാളുടെ ജീവിതം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പോലീസുകാരുടെ ഇത്തരം ഒരു ഇവരെന്തൊക്കെ കാണിക്കണമെന്ന് ഈ പോലീസുകാർക്ക് തന്നെ പലപ്പോഴും അല്ല. വൈരാഗ്യം വന്നു കഴിഞ്ഞ് ഇവന്മാർ പിന്നെ മുച്ചൂട് മുടിപ്പിക്കാനുള്ള പണികൾ മൊത്തവും ചെയ്തു വയ്ക്കും. നമ്മുടെ ജീവനും സ്വത്തും കാക്കേണ്ടവരാണ് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്നുള്ളതാണ്. സുജിത്തിന് നേരിട്ടത് എത്രയോ പേർക്ക് നേരിട്ടുണ്ടാവും. പുറത്ത് പറയാൻ കഴിയാതെ എത്രയോ പേര് ചിലപ്പോൾ മൂടി വയ്ക്കപ്പെട്ടിട്ടുണ്ടാകാം.